ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം LICയുടെ ക്യാൻസർ കവർ പോളിസിയെ കുറിച്ചാണ്. LICയുടെ ക്യാൻസർ കവർ പോളിസി ഞാൻ എല്ലാവർക്കും തന്നെ സജസ്റ്റ് ചെയ്യുന്നു. 20 വയസ്സ് കഴിഞ്ഞ ആർക്കും സജസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം കിട്ടുന്നതാണ് അത്തരം പോളിസികൾ. ഇനി ഇൻ കേസ് അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 20 വയസ്സ് കഴിഞ്ഞിരിക്കണം, പിന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കും തന്നെ ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു വെക്കുക. കാരണം ഫാമിലിയിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് പാരൻസിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം മക്കൾക്ക് ആർക്കും ഇത് എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പം എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കറിയാം, എൻ്റെ പല കസ്റ്റമേഴ്സും ഈ പോളിസി എടുക്കാനായിട്ട് പറയുന്ന സമയത്ത് സാധാരണ രീതിയിൽ തന്നെ എല്ലാവരും അത് അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. പക്ഷെ ആ രീതിയിൽ അവോയ്ഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു അസുഖം അങ്ങോട്ട് ഡയഗ്നോസ് ചെയ്യുകയും അതിനുശേഷം അതിന് വലിയൊരു തുക തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളായിട്ട് കൊടുക്കേണ്ടി വരികയും ചെയ്തു. ഈ ഒരു പോളിസി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവർ വളരെയധികം വിഷമിച്ചു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഒരു പോളിസി എടുക്കാനായിട്ടാണെങ്കിലും അത് സാധിക്കാതെ വരികയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി അസുഖമുള്ളത് കൊണ്ട്, ഒരു ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോൾ അങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ മക്കൾക്ക് അതിൻ്റെ പോളിസി എടുക്കാനായിട്ട് സാധിക്കാതെയും വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രം ക്യാൻസർ കവർ പോളിസി എന്നല്ല, ഏതൊരു ഇൻഷുറൻസും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ക്യാൻസർ കവർ പോളിസിയെ കുറിച്ച് പറഞ്ഞാൽ അത് മേജർ ആയിട്ടുള്ളതും മൈനർ ആയിട്ടുള്ളതും തുടക്കത്തിലുള്ള അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്താൽ പോലും അതിൻ്റെ ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന ഏത് പോർഷനാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇൻ കേസ് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ബെനിഫിറ്റ് നേടാൻ സാധിക്കും. ഇനി മേജർ കേസാണെങ്കിൽ അവൻ്റെ ഒരു സമ്മർഷഡ് എത്രയാണോ അത് ഇപ്പോൾ തന്നെ ലംസായിട്ട് കിട്ടുകയും 10 വർഷത്തേക്ക് മാസമായിട്ട് അതിൻ്റെ ഗഡുക്കളായിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റിനും മറ്റുള്ള ചെലവിനായിട്ട് കിട്ടുകയും ചെയ്യും. അത് ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ്. കാരണം നമുക്കറിയാം, ക്യാൻസറിനുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. നമ്മൾ ഇന്ന് വരെയും സമ്പാദിച്ചു വെച്ച എല്ലാ തുകയും കൊടുത്താലും, വീട് വിറ്റിട്ടാണെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ആളുകൾ ഇതിനു വേണ്ടി നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഫലമൊട്ട് കിട്ടുകയുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ സേവിങ്സും നഷ്ടപ്പെട്ട് കുടുംബം തന്നെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഇൻ കേസ് എന്ത് വരും എന്ന് നമുക്കറിയില്ല. ആർക്കും വരാതിരിക്കട്ടെ, വന്നാൽ പോലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ എടുക്കാനും കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കുക. പലരും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന തുക അത് വെറുതെ നഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനെ തിരിച്ച് എന്താണ്, അങ്ങനെ അസുഖം വരണമെന്നാണോ ആഗ്രഹിക്കുന്നതെന്ന് ഞാനും ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചാൽ അതിന് ഇൻഷുറൻസ് എടുക്കും. ഇൻഷുറൻസ് എടുത്താൽ പുറത്തേക്ക് പോകുമ്പോൾ ഇൻഷുറൻസ് ഉള്ളതാണ്, ഇതെങ്ങനെയെങ്കിലും വണ്ടി എവിടെയെങ്കിലും ഇടിച്ചിട്ട് ഇൻഷുറൻസ് മുതലാക്കാൻ സാധിക്കണമെന്ന് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ക്യാൻസർ കവർ പോളിസി ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും നാളെ എന്തെങ്കിലും സംഭവിച്ച് ഈ തുക നമുക്ക് തിരിച്ച് കിട്ടണമെന്ന് ആരും പ്രാർത്ഥിക്കാറില്ല, അല്ലേ? നമ്മൾ എന്തായാലും ഒരു സുരക്ഷിതത്വം എന്ന രീതിയിലാണ് എടുത്തു വയ്ക്കുന്നത്. ഒരു കുട നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് എന്നും മഴയുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, എപ്പോഴെങ്കിലും മഴയത്തോ വെയിലത്തോ പോകേണ്ടി വന്നാൽ യൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെയാണ് ഇത്, ഒരു കവചമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ തന്നെ ഈ ഇൻഷുറൻസിനെ കാണുക. തീർച്ചയായിട്ടും എല്ലാവരും അതിലേക്ക് എടുത്തു വയ്ക്കാനൊക്കെ ശ്രമിക്കുക. ഭാവിയിൽ എന്ത് വരുമെന്ന് നമുക്കാർക്കും അറിയില്ല. എന്തെങ്കിലും വന്നാൽ പോലും ആരെയും ആശ്രയിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കൃത്യമായ രീതിയിലുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ നടക്കാനായിട്ട് ഇത് സഹായകമാകും എന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.